ഹായ് കൂട്ടുകാരെ, 2 ദിവസമായിട്ട് ചെടിയിൽ പണിയാണ്. അഡീനിയം റീപോട്ടിങ്ങും പ്രൂണിങ്ങും ഇത് രണ്ടുമാണ് പണി. റീപോട്ടിങ് ഇന്നിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഇത് പ്രൂണിങ്ങിൻ്റെ ആണേ. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇനിയും ഉണ്ട്. അഡീനിയം നിറയെ ഉണ്ട്. അപ്പോൾ ഇത് പ്രൂൺ ചെയ്തു കഴിഞ്ഞു. അറിയാലോ അല്ലേ, മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പൊക്കമുള്ളതൊക്കെ പൊക്കം കുറച്ച് വെട്ടി കൊടുക്കുക. സാധാരണ അഡീനിയം എന്ന് പറഞ്ഞാൽ ബോൺസായി ആയിട്ട് നിൽക്കുന്ന ചെടിയാണല്ലോ. അപ്പോൾ പൊക്കം കുറച്ച് വെട്ടിക്കൊടുത്താലാണ് ഇങ്ങനെ നിറയെ തളിരൊക്കെ വന്ന് നിറയെ പൂക്കൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഉണ്ട്, കിണറിൻ്റെ മുകളിലും കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് അഡീനിയം നിറയെ ഉണ്ട്. കിണറിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഗ്രാഫ്റ്റിംഗ് അഡീനിയമാണ്. അതൊക്കെ പ്രൂൺ ചെയ്തിട്ട് ചിലതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ റീപോർട്ട് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ റീപോർട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം പ്രൂൺ ചെയ്ത് കൊടുക്കാം. പിടിച്ചെഴുതേണ്ട, വേരടി കൂടി വന്നു. അപ്പോൾ അത് മാറ്റി വെച്ച് കൊടുക്കണം, വേറെ വലിയ ചട്ടി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഡീനിയം. പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. പ്രൂണിങ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് ഇത് റീപോർട്ടിങ് ചെയ്യാനുള്ളതാണ് കേട്ടോ. റീപോർട്ട് ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ വെച്ചേക്കണം. അത് നമ്മളിനി വേറെ ചട്ടിയിലോട്ട് മാറ്റി വെച്ച് അത് പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് പ്രൂൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത ദിവസം ഇന്ന് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇട്ടത്. ഇത് ഇന്നലെ ചെയ്തതാണ്. ഇതാണ് കേട്ടോ സാഫ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫംഗസൈഡാണ്. ഈ സാധനം നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് വെള്ളത്തിൽ ചാലിക്കും. ഈ സാഫ് കുറച്ചെടുത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് ആ മുറിച്ച ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ അഡീനിയത്തിന് പെട്ടെന്ന് ഫംഗസ് ബാധിക്കുന്ന ചെടിയാണ്. കാര്യം ഒരുപാട് കെയറിങ് വേണ്ട, അധികം വളം വേണ്ട. വേനൽ തുടങ്ങിയ നിറയെ പൂക്കൾ വരുന്ന ചെടിയാണ്. പക്ഷേ വെള്ളം അധികമായാലും ചെറിയൊരു ഫംഗസ് കയറിയാലും നശിച്ചു പോകുന്ന ചെടിയാണ് നമ്മുടെ അഡീനിയം. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഫംഗസ് ഇങ്ങനെ തേച്ച് കൊടുക്കണം. കൈ കൊണ്ട് തേക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോദ്യം വരും, കൈ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഇതൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകിയാൽ മതി. അല്ലാതെ അത് ഉറയിട്ടൊക്കെ കയ്യിൽ ഉറയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു തൃപ്തിയാവില്ല. അത് ശീലിച്ചവർക്ക് കുഴപ്പമില്ല. ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെയാണ് ഫംഗസൊക്കെ തേച്ച് കൊടുക്കുക, ഫംഗസൈഡ് തേച്ച് കൊടുക്കണം. പിന്നെ ഈ കൂടിട്ടാക്കണം എന്നാന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാം ഒന്നും പിടിച്ച് കിട്ടാറില്ല. പിന്നെ ഇത്തവണ ചെയ്തു. ഇത് വളം, ഇത് കൂട്ടുവളമെന്ന് പറഞ്ഞ് തന്നേക്കണം കേട്ടോ. പൂക്കാനും കായ്ക്കാനും എന്തുട്ടാ ചെടി നന്നായിട്ട് വരാനും ഒക്കെ പറ്റിയ കൂട്ടുവളമെന്നും പറഞ്ഞാൽ തന്നെ 2.5 കിലോ മേടിച്ചു. 1 കിലോ എല്ലുപൊടി തരിച്ചും മേടിച്ചു. പക്ഷേ ഇത് തികയില്ല. എന്ന് വെച്ചാൽ എനിക്ക് നിറയെ ചെടിയുണ്ട്. അടീനിയം നിറയുണ്ട്. പിന്നെ കടലാസ് ചെടിയുണ്ട്. അതിലോട്ടൊന്നും നോക്കിയിട്ടില്ല. കടലാസ് ചെടിയൊക്കെ പൂത്ത് തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വളം ഇട്ടു കേട്ടോ. വളം ഇട്ടത് ഞാൻ എടുത്തില്ല, വീഡിയോ ലെങ്ത് ആവുമല്ലോ എന്നോർത്ത് എടുത്തില്ല. നനച്ചും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വളമിട്ട് നനച്ച് കൊടുത്ത് ഇനി എല്ലാം ഒതുക്കി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും അടീനിയത്തിന് വെയിൽ കിട്ടിയാൽ മാത്രമാണ് അടീനിയം നന്നായിട്ട് പൂക്കുകയുള്ളൂ. ഇത് മുറിച്ച തണ്ടുകളാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ടുണ്ട്. അത് ഇന്ന് തന്നെ നട്ടാൽ കിളിച്ച് കിട്ടൂല. അപ്പോൾ അത് നമ്മൾ 2 ദിവസം വാടാൻ ഇടണം. എന്നിട്ട് എവിടെയെങ്കിലും ഒരു മണലിൽ എവിടെയെങ്കിലും കുത്തി വെച്ചാൽ പിടിച്ച് കിട്ടും. എല്ലാം ഒന്നും പിടിച്ച് കിട്ടില്ലെങ്കിൽ 1-2 എണ്ണമൊക്കെ പിടിച്ച് കിട്ടും.